ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഞാനാണെങ്കിൽ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്, മിനി വ്ളോഗ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഞാൻ നാട്ടിൽ പോവാണ്. അപ്പോൾ അതിനായിട്ട് വെക്കേഷന് പോവാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് വന്നതാണ്. അപ്പം ഞാൻ ലുലുവിലാണ് ഇപ്പോൾ ഉള്ളത്, അൽക്കൂർ. അപ്പോൾ അവിടെ വന്നൊരു ചെരുപ്പ് നോക്കാമെന്ന് വെച്ച് കുറേ ചെരുപ്പ് നോക്കി. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. അതിൽ ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഫൈനലി ഈ കാണുന്ന ചെരുപ്പ് ഞാൻ എടുത്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടാണ്. 69 റിയാൽ എന്തോ ആണ്. നമ്മുടെ നാട്ടിലത്തെ ഒരു 1500 ആ റേറ്റ് വരും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്റ്റ് പോയത് അൽക്കോർ അടുത്തുള്ള ഒരു പാർക്കിലോട്ടാണ്. കാരണം എനിക്കൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു, ഒരു റീൽ എടുക്കണമായിരുന്നു. ഇതാണ് ആ പാർക്ക് കേട്ടോ. ഇവിടെ ആണെങ്കിൽ നല്ല വൈബ്, ആക്ച്വലി നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് നല്ല ഒരു സമാധാനം കിട്ടുന്ന ഒരു ഏരിയ ആണ്. സമാധാനം മീൻസ് നല്ല ഒറ്റയ്ക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ മഴ ടൈം കൂടാണ്. ഇപ്പോൾ ചെറിയ ചെറിയ മഴയുണ്ടായിരുന്നു ഈ ടൈമിലൊക്കെ. ഒന്ന് തോന്നുന്ന ടൈമിലാണ് ഞാൻ വന്നത് അങ്ങോട്ട്. അങ്ങനെ അവിടെ വന്ന് റീലൊക്കെ എടുത്തു. പിന്നെ നാട്ടിൽ പോകാമായിരുന്നല്ലോ, അപ്പം ലഗേജൊക്കെ ഞാൻ പാക്ക് ചെയ്തു. ഇതാണ് എൻ്റെ ലഗേജ്. 2 ലഗേജ് ഉണ്ട്. 30 കിലോ കറക്റ്റ്, 29 പോയിൻറ്റ് സംതിങ് ആണ് ഞാൻ പാക്ക് ചെയ്തത്. ഇതാണ് നാട്ടിൽ പോകുന്ന പുതിയ ഡ്രസ്സാണ് എൻ്റെ. ഞാൻ ഗ്രാൻഡ് മോളിൽ നിന്ന് വാങ്ങിച്ചതാണ് സനയ. ഈ ഷർട്ട്, അതുപോലെ ഈ പാൻറ്റും. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസും ഒക്കെ. അതിന് മുമ്പുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫ്ലൈറ്റ് എന്തോ ഒരു വൈകുന്നേരം 7 മണിക്കായിരുന്നു. ദോഹയിൽ നിന്ന് ഡയറക്റ്റ് ചെന്നൈയിലോട്ടാണ്. ഇതാണ് എൻ്റെ ബോർഡിംഗ് പാസ്. ചെന്നൈയിൽ നിന്ന് പിന്നെ ട്രിവാൻഡ്രം. ചെന്നൈയിൽ ഞാൻ എത്തുന്ന ഒരു 2:30 ആകുമ്പോൾ ചെന്നൈയിലെത്തും. നമ്മുടെ ഇന്ത്യൻ ടൈം ടേക്ക് ഓഫ് എടുക്കുന്ന ടൈമാണ്. ഇൻഡിഗോ എയർലൈൻസിലാണ് ഞാൻ പോകുന്നത്. സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ് ഇപ്പം നമ്മുടെ ക്യാബിൻ ക്രൂസൊക്കെ തരുന്നത് കേട്ടോ. ഞാൻ ആക്ച്വലി ലക്കിയാണ്. ഞാൻ എപ്പോഴെല്ലാം ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടും, വിൻഡോ സീറ്റ്. പിന്നെ ഒത്തിരി നേരം ഇരുന്നിട്ട് ഞാനാകെ സീറ്റ് എക്സ്ചേഞ്ച് ചെയ്തു. കാരണം എനിക്ക് എപ്പോഴും ഇടയ്ക്ക് വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ, പെട്ടെന്ന് ഇറങ്ങണമെങ്കിലേ ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് ഞാൻ സൈഡ് സീറ്റ് വന്നിരുന്നു. ഇത് നമ്മുടെ ചെന്നൈ എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചെന്നൈ എയർപോർട്ടിലെത്തി. ഇവിടെ ഒരു 6 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഗൈസ്. അതായത് 2 മണി മുതൽ ഒരു 8:30 വരെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് എടുത്തു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം നമ്മുടെ ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് എത്തും. ഇതിനു മുമ്പ് ഞാൻ എയർപോർട്ടിൽ നിന്ന് വിസ്കിയൊക്കെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. എൻ്റെ ഒപ്പീനിയനിൽ വിസ്കി വാങ്ങിക്കുമ്പം നമ്മൾ ലിമിറ്റഡ് ആയിട്ടുള്ള, അത് കൂടാതെ നമുക്ക് വാങ്ങിച്ചൊക്കെ ബാഗിലൊക്കെ കീപ്പ് ചെയ്യാൻ, ലഗേജിലൊക്കെ അവർ കാണാതെ. അപ്പോൾ അതൊരു ഐഡിയ ആണ്. അങ്ങനെ ചെയ്യാൻ വേണമെങ്കിൽ നമ്മുടെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഉള്ള വ്യൂ ആണ്. നമ്മുടെ ചെന്നൈ എയർപോർട്ടിൻ്റെ ഒരു വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെന്നൈയിലോട്ട് വരുന്നത്, ചെന്നൈ എയർപോർട്ടിലോട്ട്. അങ്ങനത്തെ നമ്മുടെ ഫ്ലൈറ്റ്, ഇൻഡിഗോ ഫ്ലൈറ്റ് ട്രിവാൻഡ്രം എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നു. അങ്ങനെ എന്നെ വിളിക്കാൻ വന്നത് എൻ്റെ അളിയനും എൻ്റെ കൂട്ടുകാരനായിട്ടുള്ള പട്ടാളമായിരുന്നു. പിന്നെ നമ്മൾ ലുലുവിലോട്ട് കയറി. ലുലു വഴിയാണല്ലോ വരുന്നത്. അപ്പം ലുലു കയറി കുറച്ച് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രിവാൻഡ്രം ലുലു വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ഓർഡർ ചെയ്ത KFC ആയിരുന്നു. കുറച്ച് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു ബക്കറ്റ് ഫുൾ ചിക്കൻ ഓർഡർ ചെയ്തു. അങ്ങനെ KFC ഓർഡർ ചെയ്തു. KFC ഒക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ട് ഇത് ഞാൻ ചെറിയൊരു പോർഷൻ എടുത്തായിരുന്നു ഫുഡ് കഴിക്കുന്നത്. വേറെ ഒന്നുമില്ല. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കാം വേറൊരു വ്ളോഗിൽ. അപ്പോൾ ഹോം ഫുഡൊക്കെ ഞാൻ എൻജോയ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ദോഹ ടു ഹോം ട്രാവൽ വ്ളോഗ്. അപ്പോൾ ഞാൻ പുതിയ വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ ഗൈസ്.